നമസ്കാരം. ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ക്ലാസ് 7ന്റെ ഗണിതത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന് എയും ഒന്ന് ബിയും. ഇതിൽ ഒന്നിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് ഒന്ന് എ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ ABCD ഒരു സാമാന്തരികമാണ്. XYZ എന്നീ കോണുകളുടെ അളവുകൾ കണ്ടെത്തി എഴുതുക. ആദ്യമായിക്കൊണ്ട് നമുക്ക് ഈ ഒരു കോണ് കണ്ടെത്താം. ഒരു സാമാന്തരികത്തിന്റെ എതിർ കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? തുല്യമാണെന്ന് നമുക്കറിയാം. ഇവിടെ ആംഗിൾ എ എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. ആയതിനാൽ അതിന് എതിരെയുള്ള ഈ ഒരു Z എന്നുള്ള കോണും എത്ര തന്നെ ആയിരിക്കും? 120 ഡിഗ്രി തന്നെ ആയിരിക്കും. അടുത്തതായിക്കൊണ്ട് നമുക്ക് എക്സ് എന്ന കോണ് കണ്ടെത്താം. ഒരു സാമാന്തരികത്തിലെ അടുത്തടുത്ത കോണുകളുടെ തുക എന്നത് എത്രയാണ്? അഡ്ജസന്റ് ആംഗിൾസിന്റെ തുക എന്നത് 180 ഡിഗ്രിയാണ്. ഈ ഒരു കോൺ എത്രയാണെന്ന് നമുക്കറിയാം? 120 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് കോണുകളുടെയും അല്ലെങ്കിൽ ഈ ഒരു കോണിന്റെയും ഈ ഒരു കോണും നമ്മൾ അവയുടെ തുക നോക്കുന്ന സമയത്ത് എത്രയായിരിക്കണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. അങ്ങനെയെങ്കിൽ എത്രയായിരിക്കും അതിന്റെ കോണളവ് എന്നത്? അതായത് എത്രയായിരിക്കും? എക്സിന്റെ കോണളവ് എന്നത് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി എന്ന് കിട്ടും. ഉത്തരമായിക്കൊണ്ട് നമുക്ക് എത്ര കിട്ടും? 60 ഡിഗ്രി എന്ന് കോണളവ് കിട്ടും. അടുത്തതായിക്കൊണ്ട് നമുക്ക് വൈന്റെ അളവ് കണ്ടെത്താം. ഈ വൈ എന്ന് പറയുന്നത് എക്സിന് എതിരെയുള്ള കോണായതിനാൽ വൈയും എത്ര തന്നെ ആയിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഒരു സാമാന്തരികത്തിന്റെ എതിർ കോണുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ വൈ ഇസഡ് എന്ന് പറയുന്ന രണ്ട് കോണുകൾ അടുത്തടുത്ത കോണുകളായതിനാൽ അവയുടെ തുക എത്രയായിരിക്കണം? 180 കിട്ടണം. ഇസഡിന്റെ കോണളവ് എന്നത് 120 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് 120 കുറച്ചാൽ 60 എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതായിരുന്നു എ ക്വസ്റ്റ്യൻ എന്നത്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ: സമാന്തരമായ രണ്ട് വരകളെ ഒരു ചരിഞ്ഞ വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതായിരുന്നു ചോദ്യം. ഇത്തരത്തില് സമാന്തരമായ രണ്ട് വരകളെ ഒരു ചെരിഞ്ഞ വര മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനായിരുന്നു ചോദ്യം. നമുക്ക് ആദ്യത്തെ പ്രസ്താവന നോക്കാം. ഒരു ചെറിയ കോണും വലിയ കോണും കൂട്ടിയാൽ 90 ഡിഗ്രി ആകും. ഇത്തരത്തില് ഒരു വലിയ കോണും ഒരു ചെറിയ കോണും തമ്മിൽ കൂട്ടിയാൽ 90 ഡിഗ്രി ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയായ പ്രസ്താവനയാണോ? അല്ല. എത്രയായിരിക്കും? ഒരു ചെറിയ കോണും വലിയ കോണും തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പം ആദ്യത്തെ പ്രസ്താവന തെറ്റാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന: വലിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. അതായത് ഈ കോണും ഈ കോണിന്റെയും അല്ലെങ്കിൽ ഈ കോണിന്റെയും അളവ് എന്നത് ഒരേതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വലിയ കോണുകൾക്കെല്ലാം ഒരേ അളവാണ്. ശരിയായ പ്രസ്താവനയാണ്. ഇനി അടുത്തതായിട്ട് ഒരു വലിയ കോണും ചെറിയ കോണും കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. അത് ശരിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന: ചെറിയ കോണുകളെല്ലാം 90 ഡിഗ്രി വീതമാണ്. അതും തെറ്റായ പ്രസ്താവനയാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 ശരി എന്നതായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. സി ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം: ചിത്രത്തിലെ ത്രികോണത്തിലെ കോണുകളാണ് PQR എന്നിവ. കോൺ പിയുടെയും കോൺ ക്യൂവിന്റെയും തുക 130 ഡിഗ്രി ആണ്. കോൺ ആറിന്റെ അളവ് എത്രയാണ് എന്നതാണ് ചോദ്യം. നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും തുക എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കുമെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഇവിടെ P പ്ലസ് ക്യൂ പ്ലസ് ആറ് എന്ന് പറയുന്നത് എത്ര കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. നമുക്ക് ചോദ്യത്തില് P പ്ലസ് ക്യൂ എന്നത് 130 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രിയിൽ നിന്ന് 130 ഡിഗ്രി കുറച്ചാൽ നമുക്ക് ഉത്തരം ലഭിക്കും. എത്ര ഡിഗ്രിയാണ്?
50 ഡിഗ്രി എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പം നമ്മുടെ ആംഗിൾ R എന്ന് പറയുന്നത് കോൺ Rന്റെ അളവ് എന്നത് എത്രയാണ്? 50 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ. ഇതായിരുന്നു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒന്നിലെ ബി നോക്കാം. അതിലെ ക്വസ്റ്റ്യൻ 1 മീറ്റർ തുണിയുടെ വില 65.50 രൂപയാണ്. ഇത്തരം 2.5 മീറ്റർ തുണി വാങ്ങാൻ എത്ര രൂപ വേണം എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. ഇവിടെ 1 മീറ്റർ തുണിയുടെ വില എന്നത് 65.50 രൂപയാണ്. ഇനി എത്ര മീറ്റർ തുണിയാണ് നമുക്ക് വാങ്ങേണ്ടത്? 2.5 മീറ്റർ തുണി. അപ്പം തുണിയുടെ അളവ് എന്നത് 2.5 മീറ്റർ ആണ്. ആകെ വില കണ്ടെത്തുന്നതിനായിട്ട് 1 മീറ്റർ തുണിയുടെ വിലയെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മീറ്റർ തുണിയുടെ വിലയെ നമുക്ക് ആവശ്യമുള്ള അളവുമായിട്ട് ഗുണിക്കുന്നു. അപ്പം നമുക്ക് എത്ര ഉത്തരം കിട്ടും? ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? പോയിന്റുകൾ ഇല്ലാതെ ഗുണിച്ചു നോക്കുന്നു. 25. ഉത്തരമായിക്കൊണ്ട് നമുക്കിവിടെ കിട്ടുന്നത് 1,63,750. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സംഖ്യകളിലുമായി ദശാംശത്തിന് ശേഷം എത്ര അക്കങ്ങൾ ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 2 അക്കങ്ങളാണ് ദശാംശത്തിന് ശേഷമുള്ളത്, ഇവിടെ ഒരക്കവും. അപ്പം ടോട്ടൽ ആയിക്കൊണ്ട് 3 അക്കങ്ങൾ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി കിട്ടിയ ഉത്തരത്തിന്റെ 3 സ്ഥാനം നീക്കി കുത്തിയിടുന്നു. 1 1 2 3. ഇവിടെ ആയിരിക്കും നമ്മുടെ ഇത് വരുന്നത്. അപ്പം നമ്മുടെ ഉത്തരം എന്നത് എത്രയെന്ന് കിട്ടി? 163.750 രൂപ എന്ന് നമുക്ക് ഉത്തരമായിട്ട് കിട്ടി. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. 262 രൂപ കയ്യിലുള്ള ഒരാൾക്ക് ഇതേ വിലയുള്ള എത്ര മീറ്റർ തുണി വാങ്ങാൻ കഴിയും എന്നതായിരുന്നു ബി ക്വസ്റ്റ്യൻ എന്നത്. ഇവിടെ ആകെ തുക എന്നത് എത്ര രൂപയാണ്? 262 ആണ്. 1 മീറ്റർ തുണിയുടെ വില എന്നത് എത്രയായിരുന്നു? 65.50 രൂപയാണ്. ഇനി തുണിയുടെ അളവ് എത്ര മീറ്റർ തുണി നമുക്ക് കിട്ടുന്ന അറിയുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആകെ തുകയെ 1 മീറ്റർ തുണിയുടെ വിലയുമായിട്ട് എന്ത് ചെയ്തു? ഹരിച്ചാൽ മതി. 65.50. ഇതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 262/65.50. ഞാനിവിടെ താഴെ ഭാഗത്തുള്ള ഈ ഒരു ദശാംശം മാറ്റുന്നതിനായിട്ട് എന്ത് ചെയ്യുന്നു? അംശത്തെയും ഛേദത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ 100 കൊണ്ട് ഗുണിക്കുന്നു. അപ്പം നമുക്ക് എത്ര കിട്ടും? 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 26,200/6550 എന്ന് കിട്ടും. ഇവിടെ 0 പോയി. ഇപ്പം നമുക്ക് ബാക്കിയുള്ളത് 2620/655 എന്നതാണ്. ഇതിൻ്റെ ഉത്തരം എന്നത് 4 എന്ന് കിട്ടും. അപ്പം 262 രൂപ കയ്യിലുള്ള ഒരാൾക്ക് എത്ര മീറ്റർ തുണി വാങ്ങാനായിട്ട് സാധിക്കും? 4 മീറ്റർ തുണി വാങ്ങാനായിട്ട് സാധിക്കും. അടുത്തതായിക്കൊണ്ട് സി ക്വസ്റ്റ്യൻ നോക്കാം. 2.356 × 14.7 തുല്യമായ ഗുണനഫലം കിട്ടാത്തത് താഴെ കൊടുത്തവയിൽ ഏതാണ് എന്നതായിരുന്നു ചോദ്യം. ഇവിടെ ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം പരിശോധിച്ചാൽ മതി. നമുക്ക് ചോദ്യത്തിൽ തന്നതിൽ 2.356, ഇതിൽ ദശാംശത്തിന് ശേഷം എത്ര സംഖ്യകളുണ്ട്? 3 സംഖ്യകളാണ് ദശാംശത്തിന് ശേഷം വരുന്നത്. ഇനി 14.7 ദശാംശത്തിന് ശേഷം ഒരു സംഖ്യയും, അങ്ങനെ ആകെ 4 സംഖ്യകളാണ് വരുന്നത്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് തന്ന ഓപ്ഷനുകളിൽ 4 സ്ഥാനത്തിൽ കൂടുതലോ കുറവോ ഉള്ളത് നോക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ ആദ്യത്തേത് പരിശോധിക്കുമ്പോൾ ഇവിടെ ദശാംശത്തിന് ശേഷം 1 2 3 4 സംഖ്യകളുണ്ട്. അപ്പം ഓപ്ഷൻ എ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഓപ്ഷൻ ബി പരിശോധിച്ചാൽ ഇവിടെ ദശാംശത്തിന് ശേഷം 2, ഇവിടെയും 2, അപ്പം ഇവിടെയും 4, ബി ഓപ്ഷനിലും 4 എണ്ണം വരുന്നുണ്ട്. അപ്പം ബി ഓപ്ഷനും അല്ല എന്ന് മനസ്സിലായി. ഇനി സി ഓപ്ഷൻ നോക്കാം. സി ഓപ്ഷനിൽ
ദശാംശത്തിന് ശേഷം ഇവിടെ 3 വരുന്നുണ്ട്, ഇവിടെ 2 അപ്പം ആകെ 5 വരുന്നുണ്ട്. അപ്പം സി ഓപ്ഷൻ ആണ് കൊടുത്തവയിൽ തെറ്റായത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഡി ഓപ്ഷനും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ 1 ഇവിടെ 3 വരുന്നത്. അങ്ങനെ ടോട്ടൽ 4. അപ്പം ഇതും തെറ്റാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നത് സി ഓപ്ഷൻ ആയിരുന്നു. ഇത്രയുമാണ് ഒന്നിലെ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങളുണ്ട്, 2A-യും 2B-യും. ഇതിൽ ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. അതിൽ 2A നോക്കാം. 11 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക എന്തായിരുന്നു? അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മട്ട ത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകളാകാൻ സാധ്യതയുള്ളത് ചുവടെയുള്ളവയിൽ ഏത് എന്നതായിരുന്നു ബി ക്വസ്റ്റ്യൻ. മട്ട ത്രികോണത്തിന്റെ വശങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പൈതഗോറസ് തത്വം, പൈതഗോറസ് തിയറം എന്ത് ചെയ്തിരിക്കണം? പാലിക്കണം. അതായത് ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക എന്താകണം? വലിയ വശത്തിന്, അതായത് കർണത്തിന്റെ വർഗത്തിന് തുല്യമാകണം. അതായത് A² + B² എന്നിതെന്താകണം? C², അതായത് വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമാകണം. അങ്ങനെയെങ്കിൽ നമുക്ക് എ ഓപ്ഷൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. എ ഓപ്ഷനിൽ 5, 6, 7 എന്നിങ്ങനെയാണ് വശങ്ങളുടെ അളവുകൾ തന്നിട്ടുള്ളത്. നമുക്ക് ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങൾ നോക്കാം. 5 π² + C² എന്നത് എത്ര കിട്ടും? 25 + 36 എത്ര കിട്ടും? 61 എന്ന് കിട്ടും. എന്നാൽ ഇത് നമ്മുടെ വലിയ വശത്തിന്റെ, അതായത് കർണത്തിന്റെ 7² എന്നത് എത്രയാണ്? 49 ആണ്. എന്നാൽ ഈ ഒരു ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക എന്നത് വലിയ വശത്തിന്റെ വർഗത്തിന്റെ തുകക്ക് തുല്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ എ തെറ്റായതാണ്. ഇനി നമുക്ക് ഓപ്ഷൻ ബി പരിശോധിക്കാം. ഓപ്ഷൻ ബി വശങ്ങളുടെ അളവുകൾ എന്നത് 6, 8, 10 എന്നിവയായിരുന്നു. നമുക്കിത് ഓരോന്ന് പരിശോധിച്ച് നോക്കാം. ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുക 6² + 8² എന്നത് എത്രയാണ്? 6² എന്നത് 6ന്റെ വർഗം എന്നത് 36ഉം 8ന്റെ വർഗം എന്നത് 64ഉം. എത്ര കിട്ടും? 100 എന്ന് കിട്ടും. ഇനി നമുക്ക് വലിയ വശത്തിന്റെ വർഗം ഒന്ന് നോക്കാം. 10² എന്നത് എത്രയാണ്? 100 ആണ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ചെറിയ 2 വശങ്ങളുടെ വർഗങ്ങളുടെ തുകയായിട്ടുള്ള 100ഉം വലിയ വശത്തിന്റെ വർഗത്തിന്റെ തുകയും എന്താണ്? തുല്യമാണ് എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റു ഓപ്ഷനുകൾ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയുമായിരുന്നു 2ലെ എ ക്വസ്റ്റ്യൻ എന്നത്. 2ലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിലെ ചതുർഭുജത്തിന്റെ ചുറ്റളവ് കണ്ടെത്തുക. നമുക്ക് ചുറ്റളവ് കാണാനായിട്ട് 4 വശങ്ങളുടെയും നീളങ്ങൾ തമ്മിൽ കൂട്ടണം. എന്നാൽ ഇവിടെ ഈ ഒരു ചെരിഞ്ഞ വശത്തിന്റെ നീളം നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പൈതഗോറസ് തത്വം ഉപയോഗിക്കണം. അതിനായി നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു മട്ട ത്രികോണം സങ്കല്പിക്കുക. അതിന്റെ ഈ ഒരു വശം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടം തൊട്ട് ഇവിടം വരെ നമുക്ക് എത്രയാണെന്നറിയാം? 13 സെന്റിമീറ്റർ ആണെന്നറിയാം. ഇതുവരെയുള്ള നീളം എന്നത് എത്രയാണെന്നറിയാം? 8 ആണെന്നും അറിയാം. അങ്ങനെയെങ്കിൽ ഈ ഒരു വശം, ഈ ഒരു സൈഡ്, ഇതിന്റെ ഈ ഒരു മട്ട ത്രികോണത്തിന്റെ പാദം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബേസ് എന്ന് പറയുന്നത് 13ൽ നിന്ന് 8 കുറച്ചാൽ എത്ര കിട്ടും? 5 സെന്റിമീറ്റർ എന്ന് നമുക്ക് ഈ ഒരു വശം കിട്ടും. അപ്പം ഈ ഒരു നമ്മൾ സങ്കല്പിക്കുന്ന മട്ട ത്രികോണത്തിന്റെ പാദം, ബേസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? അതായത് ഉയരം എന്നത് ഇതേ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഉയരം തന്നെയാണ്. അതായത് 12 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ചെരിഞ്ഞ വശത്തിന്റെ നീളമാണ്. അതായത് ഈ ഒരു മട്ട ത്രികോണത്തിന്റെ കർണം എന്ന് പറയുന്നത് ഹൈപ്പോട്ന്യൂസ് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തേണ്ടതുണ്ട്. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ന്യൂസ് കണ്ടെത്താനായിട്ട് √(=
12 സ്ക്വയർ പ്ലസ് 5 എത്ര കിട്ടും? √144 പ്ലസ് 5 എന്നത് 25. അങ്ങനെയെങ്കിൽ 144ഉം 25ഉം കൂട്ടുന്ന സമയത്ത് 169 എന്ന് കിട്ടും. എന്നത് 13 സെന്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. അപ്പൊ നമുക്ക് ഈ ചെരിഞ്ഞ വശത്തിന്റെയും നീളം കിട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 13 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ നമുക്ക് പരപ്പളവ് കണ്ടെത്തേണ്ട ചതുർഭുജത്തിന്റെ 4 വശങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചതുർഭുജത്തിന്റെ ചുറ്റളവ് ലഭിക്കും. ചുറ്റളവ് എന്നത് എത്ര കിട്ടും? ചുറ്റളവ് ഈസ് ഈക്വൽ ടു 12 പ്ലസ് 8 പ്ലസ് 13 പ്ലസ് 13. ഉത്തരം എത്ര കിട്ടും? 46 സെന്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. ഇതിലെ ബി ക്വസ്റ്റ്യൻ എന്നത് 19 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം ഒരു മട്ടത്രികോണത്തിന്റെ ഒരു വശമായി വരണം. ഇതിനെ മട്ടത്രികോണത്തിന്റെ മറ്റ് 2 വശങ്ങളുടെ അളവുകളായി എടുക്കാവുന്ന ചുവടെ കൊടുത്തതിൽ ഏത്? ഇതിന്റെ ഉത്തരം എന്നത് ഓപ്ഷൻ ഡി ആണ്. 10 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ എന്നതായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഒരാളുടെ മാസ വരുമാനം 36,000 രൂപയാണ്. ഇതിൽ നിന്നും 5,400 രൂപ സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നു. എ ക്വസ്റ്റ്യൻ എന്നത് സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്നത് മൊത്തം വരുമാനത്തിന്റെ എത്ര ശതമാനമാണ് എന്നതാണ്. നമുക്കിവിടെ വരുമാനം എന്നത് 36,000 രൂപയാണ്. 36,000 രൂപ. ഇനി സമ്പാദ്യത്തിനായി മാറ്റിവെക്കുന്ന തുക എന്നത് 5,400 രൂപ. ഇനി നമുക്ക് ശതമാനം കണ്ടെത്തുന്നതിനായിട്ട് എന്ത് ചെയ്താൽ മതി? 5,400 സമ്പാദ്യ തുക ഡിവൈഡഡ് ബൈ വരുമാനം, ആകെ വരുമാനം 36,000 ഇൻറ്റു 100 എന്ന് ചെയ്യണം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളയാം. അങ്ങനെയെങ്കിൽ 540/36 എന്ന് വരും. അതായത് 15% എന്ന് നമുക്ക് ഉത്തരം ലഭിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. സമ്പാദ്യത്തിനായി ഓരോ മാസവും മാറ്റിവെക്കുന്ന 5,400 രൂപയുടെ 65% ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്. ബാങ്കിൽ നിക്ഷേപിക്കുന്ന തുക എത്ര എന്നതായിരുന്നു ബി ക്വസ്റ്റ്യൻ. തുക എന്നത് എത്രയാണ്? 5,400 രൂപയാണ്. ഇതിൽ നിന്നും നിക്ഷേപ ശതമാനം എന്നത് എത്ര ശതമാനമാണ് നിക്ഷേപിക്കുന്നത്? അതില് 65% നിക്ഷേപിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിക്ഷേപിക്കുന്ന തുക കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? 5,400 ഇൻറ്റു നിക്ഷേപ ശതമാനം ബൈ 100. പൂജ്യങ്ങളൊക്കെ വെട്ടിക്കളയാം നമുക്ക്. അതായത് 54 ഇൻറ്റു 65 എന്ന് വരും. അതായത് 3,510 രൂപ എന്ന് നമുക്ക് ബി ക്വസ്റ്റ്യന്റെ ഉത്തരം ലഭിക്കും. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. ഭാഗം 1 ഭിന്നസംഖ്യ രൂപവും ഭാഗം 2 ശതമാന രൂപവും തന്നിരിക്കുന്നു. ഒന്നാമത്തേത് 1/6 എന്നതാണ്. ഇതിന്റെ ഭാഗം 2 ശരിയായിട്ട് വരുന്ന ശതമാന രൂപം എന്ന് പറയുന്നത് 6 ആയിരുന്നു. ഇനി രണ്ടാമത്തേത് 2/3 ആണ്. അതിന്റെ അനുയോജ്യമായിട്ട് ഭാഗം 2 വരുന്നത് പി ആണ്. ഇനി മൂന്നാമത്തേത് അതിനനുയോജ്യമായിട്ട് വരുന്നത് അവസാനത്തെ എസുമായിരുന്നു. അപ്പം ഇതിൽ നിന്ന് അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1 6ലേക്കും 2 പിയിലേക്കും 3 എസിലേക്കും എന്നതായിരുന്നു. ഇത്രയുമാണ് മൂന്നാമത്തെ ചോദ്യം.
നാലാമത്തെ ചോദ്യം മുകളിൽ കൊടുത്ത ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്തുക എന്നതായിരുന്നു. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്താനുള്ള സമവാക്യം എന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഈ ബി എന്ന് പറയുന്നത് നമ്മുടെ ത്രികോണത്തിന്റെ താഴെയുള്ള പാദത്തെയാണ്. അതായത് ഇവിടെ 8 സെന്റിമീറ്റർ ആണ്. ഇനി എച്ച് എന്ന് പറയുന്നത് പാദത്തിൽ നിന്നും എതിർമൂലയിലേക്കുള്ള ലംബമായ നീളത്തെയാണ് നമ്മൾ എച്ച് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറയുന്നത് അത് 3 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ പരപ്പളവ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പാദം എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. ഉയരം എന്ന് പറയുന്നത് 3 സെന്റിമീറ്ററും. ഇവിടെ നമുക്ക് 4 ഇൻറ്റു 3 എന്ന് എഴുതാം. 4 ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 12 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമുക്ക് പരപ്പളവ് കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്നത് ഇതേ പരപ്പളവുള്ള ഒരു മട്ട ത്രികോണം വരയ്ക്കുക എന്നതായിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിന്റെ വശങ്ങളായിക്കൊണ്ട് 6 സെന്റിമീറ്ററോ 4 സെന്റിമീറ്ററോ അല്ലെങ്കിൽ 8 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ വെച്ച് ഒരു മട്ട ത്രികോണം വരച്ചാൽ അതിന്റെ ഉത്തരമാകും. ഇനി സി ക്വസ്റ്റ്യൻ എന്നത് രണ്ട് വശങ്ങളുടെ നീളം 8 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും പരപ്പളവ് 24 ചതുരശ്ര സെന്റിമീറ്റർ ആയി വരയ്ക്കാവുന്ന വ്യത്യസ്ത ത്രികോണങ്ങളുടെ എണ്ണം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് എന്നായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ 1 ആണ്. ഇത്രയുമായിരുന്നു നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം 7, 12, 17, 22 ഇങ്ങനെ പോകുന്ന സംഖ്യാകൂട്ടം നോക്കൂ. എ ക്വസ്റ്റ്യൻ ഈ സംഖ്യകളിൽ ഏതിനെയും 5 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയാണ് എന്നതായിരുന്നു. നമ്മൾ 7നെ 5 കൊണ്ട് ഹരിച്ചാലും 12നെ 5 കൊണ്ട് ഹരിച്ചാലും 17നെ 5 കൊണ്ട് ഹരിച്ചാലും ശിഷ്ടം എന്നത് എത്രയാണ്? 2 ആണ് നമുക്ക് കിട്ടുന്നത്. ഉത്തരം എന്നത് 2 എന്നതാണ്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. 100 ഈ സംഖ്യാകൂട്ടത്തിൽ ഉണ്ടായിരിക്കുമോ? എന്തുകൊണ്ട്? ഉത്തരം പരിശോധിക്കാം. ഈ ശ്രേണിയിലെ എല്ലാ സംഖ്യകളെയും 5 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ശിഷ്ടമായിട്ട് എത്രയാണ് ലഭിച്ചത്? ശിഷ്ടമായിക്കൊണ്ട് നമുക്ക് 2 ആണ് എല്ലാത്തിലും ലഭിച്ചിരുന്നത്. എന്നാൽ 100നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ശിഷ്ടം എത്രയാണ് കിട്ടുന്നത്? 0 ആണ് കിട്ടുക. അതുകൊണ്ട് ഉത്തരമായിക്കൊണ്ട് നമുക്ക് പറയാം 100 എന്നത് ഈ സംഖ്യാകൂട്ടത്തിൽ പെടുന്ന ഒരു സംഖ്യയല്ല. കാരണം 100നെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്രയാണ്? 0 ആണ്. എന്നാൽ ഈ ശ്രേണിയിലെ സംഖ്യകൾക്ക് ശിഷ്ടം എത്ര കിട്ടണം? 2 കിട്ടണം. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. ഈ സംഖ്യകളുടെയെല്ലാം പൊതുവായ ബീജഗണിത രൂപം എഴുതുക. ഉത്തരം 5n + 2 12 - 7 ചെയ്താൽ എത്ര കിട്ടും? 5. അങ്ങനെയെങ്കിൽ പൊതുവ്യത്യാസം എന്നത് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്നത് 5 ആണ്. അതാണ് 5n എന്നിവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഈ ശ്രേണിയുടെ ആദ്യത്തെ സംഖ്യ എന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് n1 എടുത്താൽ 5 ഇൻറ്റു n-ന് പകരം 1. അങ്ങനെയെങ്കിൽ ഇതിന്റെ കൂടെ എത്രയും കൂടെ കൂട്ടണം നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടാനായിട്ട്? 2ഉം കൂടെ കൂട്ടിയാലാണ് നമുക്ക് 7 കിട്ടുക. 5 + 2 = 7 എന്ന് കിട്ടുക. സംഖ്യകളുടെ എല്ലാം പൊതുവായിട്ടുള്ള ബീജഗണിത രൂപം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യൻ നോക്കാം. 4, 7, 10 എന്ന സംഖ്യാകൂട്ടത്തിന്റെ പൊതുവായ ബീജഗണിത രൂപം ചുവടെ കൊടുത്തവയിൽ ഏത് എന്നാണ്. ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 7 - 4 = 3 ആണ്. അങ്ങനെയെങ്കിൽ 3 വെച്ച് തുടങ്ങുന്നതായിരിക്കും ഇതിന്റെ ബീജഗണിത രൂപം എന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ വരുന്നതിൽ ബി ഓപ്ഷനും ഡി ഓപ്ഷനും ആദ്യം തന്നെ തെറ്റാണെന്ന് പറയാം. ഇനി നമുക്ക് n-ന്റെ സ്ഥാനത്ത് ആദ്യത്തെ ഓപ്ഷൻ പരിശോധിച്ചാൽ n 0-ത്തിലാണ് തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ 3 × 0 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 + 1 എന്നത് 1 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ശ്രേണിയുടെ പൊതുവായിട്ടുള്ള ബീജഗണിത രൂപം ഇതല്ല എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. ഇത്രയുമായിരുന്നു അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം ഒരു സ്കൂളിലെ 7ാം ക്ലാസ്സിലെ കുട്ടികളിൽ വിവിധ കളികളിൽ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം ശതമാന രൂപത്തിൽ വൃത്തചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. എങ്കിൽ ആദ്യത്തെ ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏത് എന്നതാണ്. നമുക്ക് എളുപ്പത്തിൽ പറയാനായിട്ട് സാധിക്കുമല്ലോ. ഏതാണ്?
ഫുട്ബോൾ എന്നതാണ് ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. വൃത്തത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗം ഏരിയ കവർ ചെയ്തിരിക്കുന്നത് ഏത് കളിക്കാണെന്ന് നോക്കുന്ന സമയത്ത് ഫുട്ബോൾ എന്നതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇനി രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നത് ആകെ കുട്ടികളുടെ എത്ര ഭാഗമാണ്? ബി ക്വസ്റ്റ്യന്റെ ഉത്തരത്തിനായിട്ട് നമ്മൾ ഇത്തരത്തിൽ വൃത്തത്തെ തുല്യ ഭാഗങ്ങളായി വിഭജിച്ചാൽ ക്രിക്കറ്റ് എന്നത് വൃത്തത്തിന്റെ 1/4 ഭാഗമാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഉത്തരം എന്നത് എത്രയാണ്? 1/4 ഭാഗം അല്ലെങ്കിൽ 25% എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്. ഇനി നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കാം. ആകെ കുട്ടികളുടെ ഏകദേശം 1/6 ഭാഗം ഇഷ്ടപ്പെടുന്ന കളി ഏത് എന്നായിരുന്നു ചോദ്യം. സി ക്വസ്റ്റിന്റെ ആൻസർ കണ്ടെത്തുന്നതിനായിട്ട് 6 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതില് 1/6 ഭാഗം കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏത് എന്നായിരുന്നു ചോദ്യം. അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ബാഡ്മിന്റൺ ആണ്. അപ്പോൾ സി ക്വസ്റ്റിന്റെ ആൻസർ എന്നത് ബാഡ്മിന്റൺ ആയിരുന്നു. ഇനി നമുക്ക് ഡി ക്വസ്റ്റ്യൻ നോക്കാം. ആകെ കുട്ടികളുടെ എണ്ണത്തിന്റെ പകുതി ഭാഗത്തെ സൂചിപ്പിക്കാത്തത് ചുവടെ കൊടുത്തവയിൽ ഏതാണ് എന്നതാണ് ചോദ്യം. ആദ്യത്തെ ഓപ്ഷൻ എന്നത് ക്രിക്കറ്റ്, കബഡി, ബാഡ്മിന്റൺ എന്നതായിരുന്നു. ഇത് പരിശോധിക്കുന്ന സമയത്ത് ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, കബഡി എന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് വൃത്തത്തിന്റെ പകുതിയാണെന്ന് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ എ ഓപ്ഷൻ തെറ്റാണ്. നമുക്ക് സൂചിപ്പിക്കാത്തത് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. അങ്ങനെയെങ്കിൽ എ ഓപ്ഷൻ അല്ല. അങ്ങനെയെങ്കിൽ എ ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് ഫുട്ബോൾ, വോളിബോൾ, ഹോക്കി എന്നതാണ്. അതായത് വൃത്തത്തിന്റെ രണ്ടാമത്തെ പകുതിയായിട്ടുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പം അതുമല്ല എന്ന് നമുക്ക് പറയാം. മൂന്നാമത്തെ ഓപ്ഷൻ എന്നത് ഫുട്ബോൾ, ബാഡ്മിന്റൺ, കബഡി എന്നതായിരുന്നു. ഫുട്ബോൾ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ഇത്ര ഭാഗമാണ് വരുന്നത്. ഇനി നമുക്ക് കബഡി, ബാഡ്മിന്റൺ എന്ന് പറഞ്ഞാൽ ഇത്ര ഭാഗവും. ഇതായത് വൃത്തത്തിൽ കബഡി, ബാഡ്മിന്റൺ എന്ന് വരുന്നത് വൃത്തത്തിന്റെ 1/4 ഭാഗമാണ്. 1/4 ഭാഗമാണ്. അത് നമ്മൾ ഈ ഫുട്ബോളിനോട് ചേർത്ത് വെച്ചാൽ ഇത്തരത്തിലായിരിക്കും ഉണ്ടാകുന്നത്. അതായത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ട് എണ്ണത്തിന്റെ പകുതി ഭാഗത്തെ സൂചിപ്പിക്കാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്നത് സി ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. വൃത്തചിത്രത്തെ അടിസ്ഥാനമാക്കി മറ്റൊരു ചോദ്യം തയ്യാറാക്കുക. അതായത് ഈ ഒരു ചിത്രത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യം തയ്യാറാക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോയുടെ തുടർഭാഗത്തായി കൊണ്ട് ഞാൻ ഇംഗ്ലീഷിന്റെ ചോദ്യപേപ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയുമായിരുന്നു നമ്മുടെ വീഡിയോ എന്നത്. നന്ദി.